നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി സുപ്രസിദ്ധ സിനിമാ സംഗീത സംവിധായകൻ ശ്രീമതി A.T. ഉമ്മറിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് മരിച്ചുപോയ അദ്ദേഹത്തിന് ആ ജന്മദിന ആശംസയായിരുന്നു. ഇന്നലെ പറഞ്ഞു അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചെറിയ വിവരണം അറിയാവുന്നതിൽ പറയാം. അതിനുമായിട്ട് ഗൾഫിനെ കുറിച്ച് അറിയാം. നമ്മൾ ധരിക്കുന്ന ഗൾഫും ഇറാനും വ്യത്യാസം. ഇറാഖൊക്കെ അന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപും സംസ്കാര സമ്പന്നരും സാമ്പത്തിക ശേഷിയുള്ളവരാണ്. ഗൾഫ് പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് 1939-45 അതുവരെയും ദാരിദ്ര്യത്തിൻ്റെ കൊടും മുടിയിലായിരുന്നു. അന്ന് പറയും നമ്മളിപ്പോൾ ഗട്ടർ എന്ന് പറയും. ഗട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഗട്ടർ എന്നൊക്കെയാണ് സാധനം പറയും. ഗട്ടർ ഈ റോഡിലെ കുഴി. ആ കുഴിയിലത്തെ ഒരു ഗോതമ്പ് മണി വീണ നമുക്ക് കൈ എടുക്കാൻ പറ്റില്ല. അത് സൂചിയോട് കുത്തിയെടുക്കുമെന്ന്. അത്ര ദാരിദ്ര്യം അനുഭവിച്ച രാജ്യമാണ് ഈ സൗദി അറേബ്യ ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ. അതിൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഹാജി മക്കയിലേക്ക് പുറപ്പെട്ടാൽ അവർ സന്തോഷമായി. അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പ്രതീക്ഷയിൽ അത്ര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ രാജ്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എണ്ണ കണ്ടുപിടിക്കുകയും അതിൻ്റെ വില മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ സൗദി അറേബ്യയിൽ എണ്ണ കണ്ടുപിടിച്ച് സൗദി ഭരണകൂടം രാജ്യഭാരം ഏറ്റെടുത്ത് അപ്പോൾ ഈ ഹജ്ജിനൊക്കെ വരുന്ന ആൾക്കാരെ വധുക്കൾ എന്ന് പറയും. ആൾക്കാരെ ഈ എന്താണ് ഗ്രാമീണ കൊള്ളക്കാരല്ല, ആദിവാസി പോലെ കൊള്ളക്കാരുണ്ട്. അതിനൊക്കെ വനാന്തരങ്ങളിലൂടെയാണല്ലോ മക്കയിലും മദീനയിലേക്ക് പോകുന്നത്. 430 കിലോമീറ്റർ ഒറ്റ ഉണ്ടല്ലോ, 410 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ രാത്രി യാത്ര, പകൽ വിശ്രമമാണ്. അത് 8-10 ദിവസമാണ് മക്കയിൽ നിന്ന് മദീനയിലെത്തുന്നത്. അങ്ങനെ പോകുന്നതായിരിക്കും ഈ വധുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ആദിവാസി എന്താ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ കള്ളന്മാർ ആക്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഹജ്ജിനെന്ന് പോയാൽ തിരിച്ചു വരുന്നവർ അധികം പേരില്ല, മരിച്ചു പോവുകയൊക്കെ ചെയ്യും. അസുഖം കൊണ്ടും ഇങ്ങനെ കൊണ്ടൊക്കെ. അങ്ങനെ അവർ കാലഘട്ടം കൊണ്ട സമയത്ത് സൗദി ഭരണവാദം ഏറ്റപ്പോൾ സൗദി രാജാവ് ഒരു വിളംബരം ചെയ്ത്, ഇനി വധുക്കളെ നടക്കുന്ന കള്ളന്മാരത് അനുവദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടാളത്തിലും പോലീസും ജോലി തരാം. ആ ജോലി സ്വീകരിക്കാതെ നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അങ്ങനെ അതിൽ നല്ലൊരു ശതമാനം ജോലി കിട്ടി, പട്ടാളത്തിലും പോലീസുമായി, ബാക്കിയുള്ള വെടിവെച്ച് വന്ന് അങ്ങനെ സ്വസ്ഥമായ പരും. അങ്ങനെ പോയി കഴിയുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണർന്നു സാമ്പത്തിക ശേഷിയാണെങ്കിൽ നമ്മളെല്ലാവരും ചെന്ന് അവിടെ പണമൊക്കെ വന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 1970-74 കാലഘട്ടത്തിലേക്ക് അമേരിക്ക ദാരിദ്ര്യ കൊടുകൂടി, സാമ്പത്തിക ടൈറ്റായി. അപ്പോൾ ഈ മക്ക, അതായത് സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ അറിയാതെ, അമേരിക്ക ജനം അറിയാതെ ഇവർ ഭരണാധികാരി തമ്മിൽ ധാരണ ഉണ്ടാക്കി ഒരു ബാങ്കൊക്കെ ഉണ്ടാക്കി ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെ ലോക ബാങ്കിൽ നിക്ഷേപിച്ച പണവും വളരെ നല്ല ശതമാനവും അതുകൂടി അമേരിക്കയിൽ സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപിച്ചുകൊണ്ടും അങ്ങനെ കുന്നുകൂടി. ഇവർ പലിശ വാങ്ങിക്കില്ല. സൗദി അറേബ്യക്കാർ കേരളത്തിൽ പോലും പലിശ വാങ്ങിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ എനിക്കറിയാം. അങ്ങനെ അങ്ങോട്ട് എല്ലാവരും നല്ല കുറേ അധികം വന്നിട്ടില്ല. അപ്പോൾ അവർ പലിശ വാങ്ങിക്കും. ഈ പലിശ അവിടെ കോടിക്കണക്കിന് രൂപയാണ്. ഈ കോടിക്കണക്കിന് രൂപ എടുത്താണ് അമേരിക്ക ഇവിടെ മതപ്രചരണത്തിന്, ഈ കേരളത്തിൽ പോലും ഞാൻ ഇന്നലെ പറഞ്ഞില്ല, പോണത്തോടെ പള്ളി വന്ന് സൗത്ത് കൊറിയക്കാർ അതൊക്കെ ചെയ്ത് അങ്ങനെ വളർത്തിയിട്ടുണ്ട്. അതെന്തോ ആട്ടെ, യാതൊരു ഇവിടെ വിഷയമല്ല. അങ്ങനെ സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുടെ പണം കൊണ്ട് അമേരിക്ക അർമാദിച്ച് സുഖലോലുമായി എല്ലാം നിയന്ത്രിച്ച് ഡോളറിന് പെട്രോൾ വില ഡോളറായി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ലോകം അടുക്കി ഭരിച്ചു. സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ സുഖലോലുപരായി. അവർ ജീവിതം അവരും അർമാദിച്ചു, ആസ്വദിച്ചു ജീവിതം. ദാരിദ്ര്യമില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കൊച്ചി കായലിൽ വെള്ളം കയറ്റിയിട്ടാൽ ഒരു ലിറ്റർ 10 രൂപ, ഒരു 50 പൈസ കിട്ടി. എന്തായി നമ്മൾ ഇത് വെറുതെ കുഴിച്ചെടുക്കുന്ന വെള്ളത് കിട്ടാല്ലേ. അങ്ങനെ നിന്നാണ് ഈ അമേരിക്ക ഇത്രയും സമ്പന്നരും. ഇപ്പം എന്താ വെച്ചാൽ ഒരു കാര്യം ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചു, അവർക്ക് സംരക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞാണ് അമേരിക്കയെ അവിടെ വരുത്തിയതും. അമേരിക്കക്ക് ചെല്ലും കൊടുത്ത് ഈ സൗദി അറേബ്യയിലേക്ക് ചില മേഖലകൾ അമേരിക്കൻ രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരികൾക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഗേറ്റ് വിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അത്ര കൂത്താടി വെണ്ണും പിടിച്ച് വ്യഭിചരിച്ച് നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ പട്ടാളക്കാരൊക്കെ. അത്ര ആസ്വാദകരാണ്. അതറിയണമെങ്കിൽ ഇറാഖ് യുദ്ധകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ 90-88 കാലഘട്ടമാണല്ലോ. കാലഘട്ടത്തിൽ
അമേരിക്കയുടെ ഒരു അംബാസിഡർ ഇറാഖിലെ ഒരു വനിതയാണ്. അത് ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കുകയാണ്. ഞാനിപ്പോൾ ഞാൻ ശിബിരമ്പോൾ അടുത്തൊരു യോഗത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അമേരിക്കയുടെ സപ്പോർട്ട് വേണം കുവൈത്തിൽ കയറുന്നത്. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ പ്രസ്താവന പെട്ടെന്ന് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു. അവർ പറഞ്ഞു, സദ്ദാംജി, നിങ്ങൾ ഇറാഖായിട്ട് യുദ്ധം ചെയ്തെല്ലാം നശിച്ചിരിക്കുകയല്ലേ, കുവൈത്താണ് ഈ ആളോര് വരുമ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ സമ്പത്ത് കുന്നുകൂടാണ്. അത് നമ്മുടെ കോട്ടയത്ത് പോയി അച്ചായന്മാരാണല്ലോ കൈകാര്യം കേരളത്തിലേക്ക് കൊണ്ടുവന്നില്ല. മുസ്ലിങ്ങൾക്ക് കാര്യമായിട്ട് സ്വാധീനമൊന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കയറിക്കുന്നു പറഞ്ഞ് അങ്ങനെ സദ്ദാമിൻ്റെ പട്ടാളം വണ്ടികൾ 100 കണക്കിന് ഇങ്ങനെ കുവൈറ്റിലേക്ക് കയറണം. ഇത് അമേരിക്കൻ ചാരസംഘടന അവർ പകർത്തിയിട്ട് സൗദി രാജാവിനും പിന്നെ ഭരണാധികാരിയും കാണിക്കുകയാണ്. സദ്ദാം കുവൈറ്റിൽ കയറി അടുത്ത് നിങ്ങളാണ്, അപ്പോൾ ഞങ്ങൾ സംരക്ഷണം തരാം. അപ്പോൾ അന്നത്തെ സൗദി ഭരണാധികാരി അത് സമ്മതിച്ചില്ല. ഇത് നിരന്തരമായിട്ട് സമ്മതിക്കാത്ത കാരണം സൗദിയിലെ ഉലമ കൗൺസിൽ, ഈ പുരോഹിതന്മാരുടെ സംഘടനയുണ്ട്, അതാണ് സുപ്രീം കൗൺസിൽ. അവർ പറഞ്ഞാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞില്ല. അവസാനം ഇവർ നിർബന്ധിച്ചതിൻ്റെ പേരുമായിട്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ചാൽ സുപ്രീം കൗൺസിൽ പാസ്സാക്കി അങ്ങനെ അമേരിക്കക്ക് എൻട്രി ചെയ്ത് കൊടുത്തു. 90 കാലഘട്ടത്തിൽ 90 പോയിട്ട് ഇപ്പോൾ എത്ര 10, 25, 35, 40 വർഷമാകുന്നു. ഈ 40 വർഷം കൊണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെ, അതുപോലെ സൗദി അറേബ്യ മാത്രമല്ല, ഖത്തർ, കുവൈത്ത്, മസ്കറ്റ്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇവർ പട്ടാളം, അവർ ബാരക്ക് അല്ലെങ്കിൽ എന്താ പട്ടാള ക്യാമ്പുണ്ടൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ പോവുകയാണ്. അത് കോടിക്കണക്കിന് രൂപ കൊടുക്കുകയാണ് അമേരിക്കക്ക്. അങ്ങനെ എല്ലാം സംവിധാനം ഉണ്ടായിട്ടും അവസാനം യുദ്ധം വന്ന സമയത്ത് അവർ സംരക്ഷിക്കാൻ അവർക്ക് പറ്റില്ല. മാത്രമേ ഇവർ ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ അവിടുന്ന് സ്വയം രക്ഷപ്പെട്ടോളൂ എന്ന് പറയാണ്. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു? ഇപ്പോൾ ഇസ്രായേലുള്ള അമേരിക്കയോട് പറഞ്ഞല്ലോ, നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ കൈയൊഴിഞ്ഞ്. അപ്പോൾ അറബികളായ ഗൾഫ് നാട്ടുകാർ ഒരു കാര്യം മനസ്സിലായി, ഇനി അമേരിക്ക നമ്പിയിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല, അത് നമുക്ക് അപകടമാണെന്നും വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത ഇറാനെ പോലുള്ള രാജ്യങ്ങൾ എത്ര ഉന്നതിയിലെത്തിയെന്നും മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം ഈ ഫണ്ട് പിൻവലിക്കാൻ പോകണം. അങ്ങനെ ഫണ്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ ബാങ്കുകളിലെ ഫണ്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ അമേരിക്ക തകരും, സാമ്പത്തികമായിട്ട് തകരും. അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ പോകണം. അപ്പോൾ ഈ അടുത്ത ഭാവിയിൽ അമേരിക്ക എന്ന് പറയുന്ന ആ പിന്നെ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ പോരാ, കൊള്ളക്കാട് എന്ന് തന്നെ വേണം. അമേരിക്കക്കാരെയല്ല പറയുന്നത്, അമേരിക്ക ആ ഭരണകൂടത്തെ പണ്ട് പോലെ എത്ര രാജ്യങ്ങൾ അവർ അനാവശ്യമായിട്ട് കൈയേറി അവർ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ജനങ്ങളെ കൊന്നു. യാതൊരു ലജ്ജയോ സങ്കടമില്ലല്ലോ മനുഷ്യ കൊല്ലുന്നതായത്തിൽ. എത്രയോ കോടി മനുഷ്യ അമേരിക്ക പല രീതിയിലായിട്ട് ഓരോ രാജ്യം കയറി കൊന്നു കളഞ്ഞു. അതൊന്നും ഒരു കുറ്റമല്ല. മറ്റു ചില ചെറിയ രാജ്യങ്ങൾക്ക് 10,000 പേരെ കൊന്നാൽ അത് വലിയ കൊലയാളി രാഷ്ട്രമാണ്. എന്തുകൊണ്ട് അവസാന നിമിഷം ഗൾഫുകാർ പണം പിൻവലിക്കുകയും താവളങ്ങളുള്ള സർവ്വസന്നഹം അവർ മാറ്റിപ്പോയി, മാറിയില്ലെങ്കിൽ ഇറാഖെല്ലാം നശിപ്പിച്ചു കളഞ്ഞിറാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമേരിക്ക വലിയ ദാരിദ്ര്യം വരാൻ പോവാണ്. അത് വലുതാണ്. പക്ഷെ അതിനെയൊക്കെ ഒരു തരണം ചെയ്ത് ഇന്ത്യയെ പോലെയാണ്. ഇപ്പോൾ മോഡിജി ജൈവരൂപത്തിലല്ല എന്തൊക്കെ വന്നില്ല, ജനിച്ച സാധാരണ രീതിയിലല്ല, ഒരു മറ്റൊരു പ്രത്യേക രീതി എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ ഈ ട്രംപ് ദൈവം അനുഗ്രഹിച്ചു വിട്ട ഒരാളെന്നുണ്ട്. അവിടുത്തെ പുരോഹിതന്മാർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, അതുകൊണ്ട് ജയിക്കും എന്നൊക്കെയാണ്. അത് ഒരു വിശ്വാസമായിക്കോട്ടെ, നമുക്ക് കുറ്റമല്ല. ഏതായാലും അമേരിക്ക വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അപ്പോഴും നമ്മൾ ഗൾഫ് രാജ്യങ്ങളോട് മനസ്സിലാക്കുന്ന കാരണം അവർ സുഖലോലുവതിൽ നിൽക്കരുത്. 39, 40 കൂട്ടി, 40 പോയിട്ട് 60, 75, 60, 85 കൊല്ലം, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ഈ ഗൾഫ് രാജ്യങ്ങൾ അവർക്ക് കിട്ടിയ വരുമാനം, സാമ്പത്തിക അനുഗ്രഹം കൊണ്ട് അർമാദിച്ച് സുഖലോലുമായിട്ട് ഒരു കള്ള കുട്ടിയതിനെ കളിത്തോക്കലും ഉണ്ടാക്കാതെ അമേരിക്ക മാത്രം ആശ്രയിച്ച് കാത്തിരുന്നു. എന്തുപറ്റി? നമ്മൾ പറയാറുണ്ട്, നാടൻ പഴഞ്ചൊല്ല്, ഒരു വലിയ വൃക്ഷത്തിന് തണലിൽ വരുന്ന ചെറിയ വൃക്ഷം, ആ വലിയ വൃക്ഷം കഴിഞ്ഞാൽ മാറിക്കഴിയുമ്പോൾ അത് ഉണങ്ങി നശിച്ചു പോകും. അതുപോലെയാണ് അമ്മയ്ക്ക് തള്ളി ഒരു കാത്തിരുന്ന് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഏതായാലും പടച്ചവൻ കാക്കട്ടെ, ദൈവം കാക്കട്ടെ, പിന്നെ ജനങ്ങൾ കാക്കട്ടെ എന്ന് പറയുകയാണ്. വീണ്ടും നമുക്കിനി കേരളത്തിലേക്ക് തന്നെ വരാണ്. നമുക്ക് കേരള രാഷ്ട്രീയമാണല്ലോ പ്രത്യേകത ഉള്ളൂ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പറഞ്ഞല്ലോ ബീഹാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ബീഹാർ BJP ഭരിക്കാൻ സാധ്യയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ രാജ്യമായിരുന്നു ബീഹാർ. UP ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരമൊക്കെ ഉള്ള ഒരു രാജ്യം. വെറും നിരക്ഷരാണെങ്കിൽ അവർ രാഷ്ട്രീയമായിട്ട് വലിയ പ്രബുദ്ധരാണ്. അവരാണല്ലോ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ കാലത്ത് വോട്ട് ചെയ്ത് തോൽപ്പിച്ചാലും മെയിൻ ബീഹാറുകാരാണ്.
പല പല മഹാന്മാരും ജയപ്രകാശ് നാരായൺ പോലൊക്കെ വന്ന് ബീഹാറിൽ നിന്ന് തക്ഷശില നളന്ദ തക്ഷശിലേക്ക് ബീഹാറിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ BJP കയ്യേറി. BJP കയ്യേറിയത് മാത്രമല്ല, അത് പ്രയോഗിച്ച ബുദ്ധിയും തന്ത്രവും. ഓടി നോക്കിയ കോളാമ്പി നമ്മൾ പഴയ കണ്ട്, ഓടി നോക്കിയ കോളാമ്പി ഒന്നും കൊള്ളില്ല. അതുപോലെയാണ് ബീഹാർ 40 വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ. എനിക്ക് പേഴ്സണായിട്ട് അത്ര അടുപ്പില്ല, ഞാൻ ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചില്ല. അദ്ദേഹം പോലും അറിയാതെ സുന്ദരമായിട്ട് പുറത്താക്കി വേറെ മുഖ്യമന്ത്രി വയ്ക്കാൻ പോണ്. മകനെ കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രിയായിട്ട്. മകനാരാ? ഒരു മണ്ണൂമ്പൻ. ലാലുവിന് മനേക്കാൾ കഷ്ടമാണ്. അതൊക്കെ അവർ തന്ത്രമാണ്. അതായത് അവർ ആ തീരുമാനമായിട്ട് സമയം നോക്കണം. ദീപാവലിയുടെ അന്ന് പത്രമൊന്നും, അതായത് തലേ ദിവസമാണ്, അന്ന് പത്രമൊന്നും ഉണ്ടാവില്ല, ന്യൂസൊന്നും പത്രത്തിൽ വന്നില്ല. അവിടെ പേരും പത്രത്തിൽ കൂടി അറിയുന്നത്, അല്ലാതെ TV ചാനൽ അത്രയും കാണുന്നില്ല. അങ്ങനെ വളരെ ഗൂഢമായിട്ടും ഗോപ്യമായിട്ടും തന്ത്രപരമായിട്ടും ഉപയോഗിച്ച് ബീഹാർ കൈവശപ്പെടുത്തി. ആസാമിലായി, പശ്ചിമബംഗാൾ ആകാൻ ശ്രമിക്കുന്നു, മഹാരാഷ്ട്ര തകർത്തു കളഞ്ഞു. അത് എല്ലാ പ്രാദേശിക പാർട്ടികളെയും ഒരു രീതിയിൽ ഒരു രീതിയിൽ മറ്റേതിൽ BJP തകർത്തുകൊണ്ടിരിക്കുക. ഇതൊന്നും കാണാനുള്ള കഴിവോ പ്രായോഗിക ബുദ്ധിയോ പ്രാക്ടിക്കൽ നോളജോ നമ്മുടെ കോൺഗ്രസ് നയിക്കുന്ന പാർട്ടികൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര വൈരൂപ്യമാണ് ആ തീരുമാനം. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെയൊക്കെ നമ്പർ 1 ബുദ്ധിജീവികളും രാഷ്ട്രീയ മീമാംസയ്ക്ക് ഒരാളാണ് മുരളീധരൻ, കരുണാകരൻ്റെ മകൻ മുരളീധരൻ. ഈ മുരളീധരനാണ് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കോർപ്പറേഷൻ BJP കൊണ്ട് കൊടുത്തത്. വല്ല സംശയമുണ്ടോ? അതിൻ്റെ അകത്താൽ വീണ്ടും പറയും പെണിങ്ങൽ അണികൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ കേൾക്കുന്നത്. 10 സീറ്റ് മാത്രമുള്ള ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ 10 സീറ്റ് മാത്രം ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ 51-52 സീറ്റോടും ജയിക്കാൻ. അപ്പോൾ ഈ 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് 42 സീറ്റ് പിടിച്ചെടുക്കണം. 40 സീറ്റിൽ BJP ഒരു സീറ്റ് കിട്ടില്ല മാത്രമല്ല, കുറേ സീറ്റ് 10-15 സീറ്റ് അങ്ങോട്ട് പോവുള്ളൂ. പിന്നെ CPM-ൻ്റെ സീറ്റുകൊണ്ട് 40 സീറ്റ് പിടിച്ചേക്കാൻ അത് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും 52 സീറ്റ് പിടിച്ചാൽ കോൺഗ്രസിന് ദൈവമൊന്നും മനസ്സ കൊടുത്താൽ പോലും തിരുവനന്തപുരത്ത് നടക്കൂല കോൺഗ്രസ് UDF-ന്. എന്നിട്ട് ഈ മണ്ടന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായോ? ഏതിൽ കോൺഗ്രസ് നേതാക്കളുണ്ടായോ? ഏതിൽ ലീഗ് നേതാക്കളുണ്ടായോ? ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ല. ഇത് കണ്ട് നമുക്ക് സങ്കടമല്ല, നമുക്ക് ദുഃഖമല്ല, നമുക്ക് മോശമാണ്. BJP എല്ലാം വന്നു. ഇപ്പോൾ മനുഷ്യന് പട്ടാപ്പകൽ തല്ലിക്കൊല്ലാണ്, ഒരു ചോദ്യമില്ല. ഇത് കണ്ടിങ്ങനെ ഇരിക്കും. മനുഷ്യൻ ജാതി ചെയ്ത് പോട്ടെ, മനുഷ്യരാണോ? നമ്മളെപ്പോൾ ജീവനുള്ളതല്ലേ? അവരോ ജീവിതമല്ലേ ഉള്ളൂ. അങ്ങനെ BJP ഇങ്ങനെ അകാരണമായിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ സംസ്ഥാനം കൈയടിക്കുക. പിന്നെ ഇവിടെ ചോദിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ ലോക ബാങ്ക് അല്ലെങ്കിൽ ലോകസഭ, ഐക്യരാഷ്ട്ര സഭ ഇതൊക്കെ നയിക്കുന്ന അമേരിക്ക നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീറ്റോ പവറുണ്ട്. ഒരു നീതി നടക്കില്ല. പിന്നെ ആരോട് പറയും? ഇപ്പം കേരളത്തിൽ CPM-നെ സംബന്ധിച്ച് അവൻ്റെ ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്ത് കുറ്റം അവിടെ തീരുമാനം. കേന്ദ്രമാണെങ്കിൽ BJP ഓഫീസിൽ കയറി ചെന്നാൽ മതി. എന്ത് തെറ്റിയതാണെന്ന് ചെന്നാൽ അവർ തീരുമാനിക്കും, പരിഹരിക്കണം, പൈസ കൊടുത്താൽ മതി. ഇപ്പം ഇത് ഗ്യാസില്ല. ഞങ്ങളൊക്കെ പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയും 6 മാസത്തെ സ്റ്റോക്കുള്ളൂ, അതിപ്പോൾ ഇന്ത്യ വരണ്ടു പോകുന്നൊക്കെ. ഇപ്പോഴത്തേക്ക് 2 ആഴ്ചക്കുള്ളൂ. 2 ആഴ്ച 10 ദിവസമായാലും ഇതായിട്ട് ഇപ്പോൾ ഗ്യാസ് പല ഹോട്ടലും നിർത്തിക്കഴിഞ്ഞു ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വേണം, അത് പറഞ്ഞപ്പോഴും ഈ കോർപ്പറേഷൻ ഉള്ളിൽ തന്നെ എടുത്താൽ ഒരു മുടി വിറക് ഉണക്ക മരങ്ങൾ വീണും കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ വന്ന് രാത്രി പോലെ എങ്ങനെ കൊണ്ട് കത്തിച്ചാലേ അത് ശുദ്ധമായിക്കൊണ്ടുള്ള നാട്. അപ്പോൾ ഒരു പരിധിയുടെ ഉപയോഗം നടക്കുകയും ചെയ്യും. ഏതായത് ഈ കോർപ്പറേഷൻ അതിച്ച് മാത്രം കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തോട്ടും ഇപ്പോൾ വേസ്റ്റ് ഇപ്പോൾ ആരും എടുക്കണില്ല. അത് നിങ്ങൾ പറകിക്കൊണ്ട് ഈ അത്യാവശ്യം സൗകര്യം ഉണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ അത് ഉപയോഗിക്കുക. ആ സാധനം അവിടെ പോയി കിട്ടുമല്ലോ. അത് ഞാൻ തമാശ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം കോൺഗ്രസിൻ്റെ കാണുന്ന ആ ബുദ്ധിശൂന്യത അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിയില്ലാതെ തിരുവനന്തപുരം അങ്ങനെ BJP കൊടുത്തത്. അപ്പോൾ ഈ ഇടത് വലത് മുന്നണികളും മുന്നണിയും കാരണം 10-15 സീറ്റോളം BJP ജയിക്കാൻ വേണ്ടി 1000-800 സീറ്റ് ഒരു വാർഡിൽ മെമ്പേഴ്സ്, മറ്റു തൊട്ടടുത്ത വാർഡിൽ 9000-10000. ഇതൊന്നും ഈ LDF UDF കണ്ടില്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയില്ലേ? ഞങ്ങൾ പറയുന്നത് ഇവിടെ ഉള്ളുകൊണ്ട് ഈ 2 മുന്നണിയിലും കുറേ കള്ളന്മാർ BJPക്ക് അനുകൂലമാണ്. 2 മുന്നണിയിലും കുറേ കള്ളന്മാരുണ്ട്. കാരണം വഞ്ചകരെ കള്ളെന്ന് പറയുള്ളൂ, മനുഷ്യർ പറയാൻ പറ്റില്ല.
ഒറ്റ ഉദാഹരണം ഇപ്പോൾ കണ്ടില്ലേ, തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇനിയിപ്പോൾ ഈ അസംബ്ലി ഇലക്ഷനിലും എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നറിയോ? BJPക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടാകാൻ വേണ്ടി എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇലക്ഷനെയും അറിയാം. അല്ലെങ്കിൽ നിയമത്ത് ഈ ശിവകുമാറും ഉമ്മൻചാണ്ടിയും ഒക്കെ കോൺഗ്രസ്സുകാർ കോടികൾ വാങ്ങിയല്ലേ അവിടെ ഒരു അപ്രസക്ത സ്ഥാനാർത്ഥി BJPക്ക് കോൺഗ്രസ് കെട്ടിവെച്ച കാശുകൾ നിങ്ങൾക്ക്. കോൺഗ്രസിനോട് മത്സരിക്കാൻ പോലും ബൂത്തിരുത്ത ആളുണ്ടായില്ലെന്ന്, ബൂത്തിരുത്ത ഏജന്മാരുണ്ടായില്ല കോൺഗ്രസ്. ഇത്രയും ലോകത്ത് 1-ാം നമ്പർ പാർട്ടിയാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മരിച്ചെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലെന്ന്, ഈ ബാബുവിന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ആർക്ക് പറയാൻ പറ്റുമോ? ഇവരെല്ലാം കക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും അതേ മാത്രമല്ല, കക്കുന്ന കാര്യത്തിൽ ഒന്നാണ്, ഒതുക്കുന്ന കാര്യത്തിലില്ല ഒന്നാണ്, തുല്യമാണ്. ഇപ്പം എന്താണ് കോർപ്പറേഷനിൽ പഞ്ചായത്തിൽ കാണുന്നത്? ഒരു വാർഡിൽ സാധാരണ കോർപ്പറേഷനിലേക്കാണ് 10,000, 4,000, 5,000 ആണ് പോകുന്നത്. ബാക്കിയുള്ള സ്ഥലത്തുകളൊക്കെ 1000, 1200 പഞ്ചായത്തിൽ. അപ്പോൾ 1200 വോട്ടിൽ ഒരു വാർഡിൽ ഒരു 70% വോട്ട് ചെയ്താൽ എത്ര വരും? 1780, 850 വോട്ട് വരും. 850 വോട്ടിൽ ഒരു 300-600 വോട്ട് രണ്ട് മുന്നണിക്ക് പോകും. ബാക്കി 600 പോയാൽ ബാക്കി 100, 74, ബാക്കി ഒരു 240 വോട്ടാണ്. അതിൽ നിന്നൊരു 100, 105 വോട്ട് കിട്ടിയാവും ജയിക്കാം. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് 5 കോടി രൂപയുടെ വർക്ക് നടക്കണമെങ്കിൽ അവർ 10% കമ്മീഷൻ വീട്ടിൽ കിട്ടും. 50 ലക്ഷമായില്ലേ? അത് ഏറ്റവും ചുരുക്കിയാൻ പറഞ്ഞത്. ഈ 50 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കൊടുത്ത് 100 പേരെ വോട്ട് വാങ്ങിച്ചാൽ അവർ ജയിക്കാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ തന്നെ അഴിമതി ചെയ്ത് ലക്ഷങ്ങളിലാക്കി ഒരു വീണ്ടും പതികാധികാരികൾ. അത് ഞാൻ വാർഡ് പറയുന്നത്, ഒരു വാർഡ് 2 കള്ളന്മാർ നിന്ന്, ഒരാൾ കായൽ കെട്ട കള്ളനാണ്, വേറൊരാൾ ഒരു ഗുണ്ടായുസം കാണിച്ചത്. അത് ഗുണ്ടായുസം കാണിച്ച ആൾ പബ്ലിക് അറിഞ്ഞ ആളെ തോൽപ്പിച്ചു കളഞ്ഞ് കായൽ കെട്ട ആൾ ജയിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ കക്ക മാത്രമാണ്. പണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് സേവനമായി. അത് കഴിഞ്ഞ് കാലം പരിഷ്കരിച്ചപ്പോൾ അതൊരു ജീവിത മാർഗമായി. അവിടം വരെ നമുക്ക് വേണ്ടി സമ്മതിക്കാം. രാഷ്ട്രീയം നടത്തി കുട്ടികൾക്ക് വിഷം വാങ്ങിച്ചു കൊടുത്തോട്ടെ, അല്ലെങ്കിൽ അവൻ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊരു അഴിമതി മാത്രം. ഇപ്പോൾ കൊള്ള ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞത്. ഏത് പാർട്ടി, ഒരു പാർട്ടി മാത്രമല്ല, അത്ര മോശമായിട്ട് പോകുന്ന രാഷ്ട്രീയ സമയം ലോകവ്യാപകമായിട്ടില്ല. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകവ്യാപകമായിട്ട്. ഇപ്പം ഇവിടെ പല അഴിമതി എന്ന് പറയല്ലോ. ഫ്രഞ്ചിൽ വലിയൊരു അഴിമതി നിങ്ങളറിയോ? 5000 കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ ലൈൻ. അവിടെ പുതിയ 1000 ട്രെയിൻ, 5 ട്രെയിനിൻ്റെ എഞ്ചിൻ വാങ്ങിച്ച് എടുക്കാൻ പറഞ്ഞു. എഞ്ചിൻ വാങ്ങിച്ചു കൊടുത്താൽ പ്ലാറ്റ്ഫോമിൽ പോയി ഇറക്കാൻ പറ്റില്ല. ഒരു 1/2 അടി വ്യത്യാസമുണ്ട്. എഞ്ചിൻ പിടിച്ച് ഇറക്കാൻ പറ്റുമോ? ഒന്നും അല്ലല്ലോ, 10,000 കണക്ക് എഞ്ചിനാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്ത് ചെയ്ത് ഈ 5000 കിലോമീറ്ററും 1 അടിക്ക് വരെ 1 അടി പൊട്ടിച്ച് പണിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ടെൻഡറായി, പൈസയായി, കമ്മീഷനായി, അതെടുത്തു. ഇത് ഫ്രാൻസിലേക്ക് ഫ്രഞ്ചിലേക്ക് പോകണ്ട. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു സംഭവം ഉണ്ടായി. എത്ര പേർക്കറിയാം? ഒരു വലിയ എൻജിൻ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഫൗണ്ടേഷൻ വച്ചു. എൻജിൻ ആ തുളയിലേക്ക് എൻജിൻ്റെ ആണിയില്ല, ബേസ് തുളയിൽ ഇറങ്ങൂല. അവസാനം വീണ്ടും അത് ടെൻഡർ വിളിച്ച്. അപ്പോൾ ചില ആൾ പറഞ്ഞു, മണ്ടമ്പ നിങ്ങൾ എന്ത് മണ്ടത കാണിച്ചേ, അത് ആൾ കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, മണ്ടനായിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞതിനാണ്, എങ്കിലും വീണ്ടും ടെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴും കമ്മീഷൻ വാങ്ങിക്കുമല്ലോ. ആ രീതിയിൽ അതമ്പതിച്ചു പോയി. കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് എല്ലാ പാർട്ടിയും. ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ബീഹാറിൽ കളഞ്ഞു, ആസാം കളഞ്ഞു, പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അടിത്തറയിൽ എത്ര വർഷമായി. ഈ വരുന്ന അസംബ്ലി കഴിഞ്ഞ് പശ്ചിമ ബംഗാളിൽ ഒരു 10 സീറ്റ് കിട്ടാൻ വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലും ഒരു ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും നീക്കു കാണിക്കുന്നുണ്ടോ? മമതയായിട്ട് തൊടൂല്ല, കമ്മ്യൂണിസ്റ്റുകാർ തൊടൂല്ല. ഇവരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിയുടെ അംശമില്ല. ഈ ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കില്ലേ? ഈ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ ജാതി തട്ടിപ്പ് ചെയ്ത് അവസാനം വർഗീയവാദികൾ കയ്യിൽ ഏൽപ്പിക്കില്ലെന്നേ. ബീഹാർ അറിയല്ലോ, 100 സീറ്റ് കോൺഗ്രസ് ചോദിച്ചാൽ സീറ്റ് കിട്ടിയ മതി, ജയിച്ചെടുക്കണ്ടേ? എങ്ങനെ ജയിക്കുന്നത് ചിന്തിച്ചോ? ഞാൻ പറഞ്ഞ മരമണ്ടന്മാരെ ഞാൻ കാര്യം പറയാം. നമ്മൾ ഒരു സ്ഥലത്ത് എത്താൻ ശ്രമിച്ചാൽ അവിടെ എത്താനല്ല നോക്കേണ്ടത്, എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരാം, അത് ആദ്യം ചിന്തിക്കണം, എന്നിട്ട് എത്താൻ പറ്റുള്ളൂ. ഇത് ആദ്യം ചിന്തിക്കുക, എല്ലാവരും എത്താം, അവിടെ ചെന്ന് എത്തിപ്പെട്ടു, തിരിച്ചു വരാൻ പറ്റാതെ. അതുപോലെ തന്നെ 100 സീറ്റ് വെച്ച് 100 സീറ്റ് കിട്ടി, എത്ര ജയിക്കാൻ സാധ്യതയുണ്ട്? കേരളത്തിൽ തന്നെയാണ്. അതേ സമയത്ത് ബീഹാറിൽ ഒരു 10, 50, 60 സീറ്റ് വാങ്ങിച്ചിട്ട് അതിൽ 30 ജയിക്കുകയാണെങ്കിൽ ഇന്ന് ബീഹാർ ഭരണം BJP, കോൺഗ്രസ്, ലാലുവിൻ്റെ മോൻ്റെ കയ്യിൽ തന്നെ. കേരളത്തിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളത്തിലെ അവസ്ഥ. മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഇതിൽ 23 ലക്ഷമാണ്.
കോൺഗ്രസിൻ്റെ 33 ലക്ഷമാണ്. 21 ലക്ഷം മെമ്പർഷിപ്പുള്ള, അതാണ് ആകെ ഉള്ളത്രയുള്ള 20 ലക്ഷം പേരുള്ള ലീഗ് അനുഭാവികൾ, ബാക്കി മുസ്ലിം പുറത്താണ്. 23 ലക്ഷം മെമ്പർഷിപ്പുള്ള ലീഗിന് കൊടുത്ത് 27 സീറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പണ്ടത്തെ തന്നെ പക്ഷേ 33 സീറ്റുള്ള 30 ലക്ഷം സീറ്റുള്ള കോൺഗ്രസ് സീറ്റുള്ള ആൾക്കാർ ഇവിടെ 100 സീറ്റാണ് കോൺഗ്രസ് എടുക്കുന്നത്. 100 സീറ്റ് എടുത്താൽ ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്താണ് മനസ്സിലാക്കിയത്? എന്താ ഇനി കോൺഗ്രസ് മനസ്സിലാക്കുക? അത് തന്നെ ഇപ്പോൾ എല്ലാവരും പറയും ഹിന്ദു പോളറൈസേഷൻ നടക്കുകയാണ്, ഹിന്ദു പോളറൈസേഷൻ നടക്കും. ഒരു ക്രിസ്ത്യൻ ഒരാളുണ്ട്, ഇടതുപക്ഷ ചാനലാണെന്ന് തോന്നുന്നു, ഇടതുപക്ഷം വാദിക്കുന്ന ആളാണ്. അന്ന് അൻവറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് പുള്ളി വളരെ തന്ത്രമായിട്ട് ഈ CPM അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. ആ മനുഷ്യന് വേണ്ട ഇവിടെ ഹിന്ദു പോളറൈസേഷൻ നടക്കും, മുസ്ലിം ലീഗ് ആധിപത്യം വരും, ജമാഅത്ത് ഇസ്ലാമി ആധിപത്യം. എടോ എന്ത് പോളറൈസേഷനാണ് ഈ പറയുന്നത്? നിങ്ങൾ എവിടെ നോക്കിയാണ്? ഹിന്ദുവിൻ്റെ കാര്യം ഞാൻ അത് ഒന്നുകൂടി പറയാം. ആകെ 9% നായർ, അതിൽ 60%, 70% BJPക്ക് പോകുന്നത്. ബാക്കി 40%, 30% പുറത്തുള്ളൂ. അതാണ് രണ്ടായിട്ട് തിരിഞ്ഞോള്. അപ്പോൾ അത് എത്ര പോളറൈസേഷൻ നടത്താൻ പറ്റും? പിന്നെ ഈഴവൻ 90% LDF ഇപ്പോൾ വോട്ടാണ്. ബാക്കി 10%ആണല്ലോ ബാക്കിയുള്ളത്. ആ 10% രണ്ടായി പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, BJPക്കും കോൺഗ്രസിനും. അപ്പോൾ എത്ര ഉണ്ടാവും? പിന്നെ ദളിത് എല്ലാ പിന്നെ നിങ്ങൾ എന്ത് പോളറൈസേഷൻ പറയുന്നത്? 31, 35, 40, 50 50% കൂടുതൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായം മുസ്ലിങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ 50%, ബാക്കി 50% നിങ്ങൾ പറഞ്ഞ ഈ പോളറൈസേഷൻ ഹിന്ദുകളിൽ ഈ 50% ഇപ്പോഴത്തെ നിലവിൽ 40% കൂടുതലോട്ട് 40% വോട്ട് കിട്ടുന്നത് LDFനാണ്, അല്ലെങ്കിൽ സംഘപരിവാറിനാണ്. പിന്നെ ഇനി എന്ത് പോളറൈസേഷൻ ഹിന്ദുക്കൾ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ലീഗ് വിരോധം കാണിച്ച് എന്ത് ചെയ്യണം? ഒരു പോളറൈസേഷൻ ഇല്ല. ഇന്ന് സഖാവ് CP ജോണിൻ്റെ ഒരു വാർത്ത, ഞാൻ ബഹുമാനിക്കാൻ എൻ്റെ ഒരു നേതാവ് കൂടിയാണ് CP, 90 സീറ്റ് കിട്ടും. മേ ബി നമ്മളതിൽ വാക്കില്ല, പക്ഷെ 90 സീറ്റ് കിട്ടണമെങ്കിൽ ഈ 40% വരുന്ന മുസ്ലിങ്ങൾക്ക് 47 സീറ്റ് കൊടുക്കണം. അതിൽ 23 സീറ്റ് ഇപ്പോൾ ലീഗിന് കൊടുത്തിട്ട് ബാക്കി 4 സീറ്റ് ലീഗിന് നോൺ മുസ്ലിമാണ്. ബാക്കി 24 2 ഡസൻ സീറ്റ് മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. അത് കൊടുത്താലേ നിങ്ങൾ ഉദ്ദേശിച്ച് 90 സീറ്റിൽ എത്തിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ചിത്രം മാറും. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ ആരെ എന്ത് നിൽക്കണം? ആ 100 പേര് ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ കിട്ടുന്നത് UDFന്, ഒരു വോട്ടാണ് ഈഴവന് കിട്ടുന്നത് UDFന്, 5 വോട്ടാണ് ക്രിസ്ത്യാനി കിട്ടുന്നത് UDFന്. ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് ഇവർക്ക് ഈ പോളറൈസേഷൻ നടത്തി ഒന്നിച്ചു പോകുന്ന പറയും. എവിടെ ഒന്നിച്ചു പോകാനാ? കണക്കെല്ലൊന്നും ഇല്ലല്ലേ? നമ്മൾ 20% മുസ്ലിങ്ങളുണ്ടെങ്കിൽ വെള്ളം ഒഴിവരാണ്. ആ 20% കൊള്ളുക, പിന്നെ ബാക്കി കൊള്ളുമോ? അതാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ചോദിക്കേണ്ടത്, മൊത്തത്തിൽ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ലീഗ് മുസ്ലിം ലീഗ് പേടുമല്ല കുഴപ്പമിതാണ്. അവർ എത്ര വളർത്തിയാലും ഇന്ത്യൻ ലെവലിലാണ് 20%, കേരളത്തിലെ 35% മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ബാക്കി 65 പുറത്ത് കിടക്കല്ലേ? അതുകൊണ്ട് നിങ്ങൾ ജാതി പാർട്ടി ഉപയോഗിക്കുന്നത് പറയേണ്ട കാരണമാണ്. അതുപോലെ ഈ പോളറൈസേഷൻ അർത്ഥമൊന്നുമില്ല. പക്ഷേ CP ജോൺ സാറേ അങ്ങൊരു മന്ത്രിയാകണമെന്നോ അവൻ MLA ആകണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല, എനിക്ക് ഒട്ടും അഭിപ്രായ വ്യത്യാസമല്ല. ഞാൻ വളരെ ഇഷ്ടപ്പെടും. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കണം. 90 സീറ്റുകൾ പറഞ്ഞ് കിട്ടുമെന്ന് ഞാൻ അംഗീകരിക്കുക. 90 സീറ്റ് കിട്ടി ജനസംഖ്യയ്ക്ക് അനുവാദിതമായിട്ടുള്ള ആ 47 സീറ്റ് മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. അത് കൊടുക്കാതെ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു നായർ വോട്ടും, 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു ഈഴവര് വോട്ടും, 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു 5 ക്രിസ്ത്യാനി വോട്ടും വാങ്ങിയിട്ട് നിങ്ങൾ ഈ 90 സീറ്റ് എടുക്കാതെ വെച്ച് നടക്കില്ല. ഇമ്പോസിബിൾ. എന്നെ വഴക്കൊന്നിട്ട് എന്നെ കൊന്നിട്ടൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യമാണ്. സത്യത്തിൻ്റെ മുഖം വികൃതമാണ്. അതുകൊണ്ട് സത്യം പറയുമ്പോൾ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടോ പലരും പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്, നിങ്ങൾ എന്ത് കോൺഗ്രസ് വിമർശിക്കുന്നത്? കോൺഗ്രസ് വിമർശിക്കുന്നത് കോൺഗ്രസ് സേവ് ഉണ്ടായിട്ടാ. ഇത്ര UDF അധികാരത്തിൽ വന്നേ തീരും. അത് മസ്റ്റാണ്, എസെൻസ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കാണിച്ചതെല്ലാം മുഴുവൻ മണ്ടത്തരാണെന്ന്. ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് മുന്നണിയും ഒക്കെ കാണിക്കുന്നത് മണ്ടത്തരമാണ്. ബീഹാറിൽ കാണിച്ച മണ്ടത്തരം, ആസാമിൽ കാണിച്ച മണ്ടത്തരം, ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കാണിച്ച മണ്ടത്തരം. ആ നിയമത്ത് രാജഭവൻ ജയിപ്പിച്ചുവിട്ടല്ലേ കോൺഗ്രസ് കൃഷി കാണിച്ചിട്ട് കോൺഗ്രസ് വന്നിട്ടില്ല. നിയമത്ത് വന്നിട്ടില്ല എന്നല്ല, നിയമത്തിൽ ലീഗ് ഒന്നും വന്നിട്ടില്ല. നിയമത്തിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഇരിക്കുമ്പോഴാണല്ലോ ഉമ്മൻചാണ്ടി മറ്റേ തുറമുഖ മന്ത്രി ബാബുവായിട്ട് ഇവർ കൊത്തല്ലേ 1000 കോടിയായിട്ട് വാങ്ങിച്ചു തന്നില്ല. വീണ്ടും തുറമുഖത്തില്ല അതിന് കൊടുത്ത് എന്ത് കണ്ടീഷൻ ഒരു സീറ്റ് BJP കിട്ടുന്നില്ല. അവർ വാച്ച് ചെയ്തത് അതിന് കോടി എത്രയും കുഴപ്പമില്ല. പിന്നെ പോയില്ല തീർച്ചയായിട്ടും. ഇത് അസംബ്ലി കണ്ടിട്ടില്ല, ഇത് ഭരിക്കാനായിട്ട്. ഇപ്പോഴും അവസ്ഥ മോശമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിർത്താം.
ഒരു അച്ഛൻ പറഞ്ഞു ഭാര്യയോട്, മക്കളെ പട്ടിണിയിടല്ലേന്ന്. അപ്പം എന്തോ വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ അച്ഛന് കൊടുക്കാതെ മക്കൾക്ക് കൊടുത്തു. അവസാനം അച്ഛൻ ആ രോഗം വന്ന് പണിയെടുക്കാതെയപ്പോൾ മക്കൾ പട്ടിണിയായി. അച്ഛൻ പറഞ്ഞ ആ പട്ടിണിയാണ്, ഇവിടുന്ന് പട്ടിണിയല്ല. എങ്ങനെ ക്രിസ്ത്യാനിക്കും നായർക്കും അങ്ങോട്ട് കൊടുത്താൽ എല്ലാം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ല, അപകടമാണത്, അപകടമുണ്ട് അതിൽ. നമ്മൾ ഇപ്പോൾ എത്ര 2 ടേമായില്ലേ നിങ്ങൾ മന്ത്രിസഭയിൽ വന്നിട്ട്, 3ാം ടേമല്ലേ? അത് ലീഗർക്കെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ലീഗിനെ മാത്രം നിങ്ങൾ നമ്പിക്കൊണ്ട് കുഞ്ഞാക്കായും തങ്ങളും ഉണ്ടെങ്കിൽ എന്തായി എന്ന ധാരണ പിന്നെ രമേഷിനോ അല്ലെങ്കിൽ സതീഷോ ഉണ്ടെങ്കിൽ അത് അട്ടർലി ഫെയിലിയറാണ്. ആ ധാരണ തെറ്റാണ്. അതിന് ഉദാഹരണം പറഞ്ഞ് കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷനിൽ പാലക്കാട് മുതൽ കാസർഗോഡ് 65 സീറ്റുണ്ട്. 60 സീറ്റ് കോൺഗ്രസ് ഭരിച്ചത്, ലീഗിൻ്റെ സീറ്റ് പറയും. അല്ല 5 സീറ്റേ കോൺ ജയിക്കാൻ പറ്റുള്ളൂ, 60 സീറ്റ് പോയി. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? എത്ര പ്രാവശ്യം പറയണത്? ഞങ്ങളെന്താണ് ഇത്ര വിഷമിച്ച് പറയാൻ കാരണം എന്താ? ഇത്തവണ കോൺഗ്രസ് മുന്നണി ജയിച്ച് തീരും കേരളത്തിൽ, എങ്കിലേ LDF നിലനിൽക്കുള്ളൂ. LDF നിലനിൽക്കണമെങ്കിൽ UDF ജയിക്കണം, ഇല്ലെങ്കിൽ ഇത് രണ്ടും പോകും. പിന്നെ നീതി ചോദിക്കാൻ ആരും, നീതിക്ക് ഒരു പറയാൻ മനസ്സിലാക്കി ആരുണ്ടാവില്ല. മരം പറഞ്ഞ പോലെ, മരം പറഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്ന ആരുമില്ല, എല്ലാം മരം വെട്ടി നശിപ്പിക്കണം. അതുപോലെ പിന്നെ നീതിക്ക് ഒരു BJP നീതിക്ക് നിൽക്കുന്ന പാർട്ടിയല്ല, പാവപ്പെട്ട് പാർട്ടില്ല. ഒരു തൊഴിലാളിയെ കുറിച്ചോ ഈ BJPയിലും പറയുന്നുണ്ടോ? ഈ ജാതീയത പറയല്ലാതെ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരോഗ്യ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പം നാളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ വരാണ്, അല്ലെങ്കിൽ കലൂർ വരാണ്. എത്ര സന്നാവർക്ക് നല്ല തന്നെ, അത് സംശയമൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മൾ ബഹുമാനിക്കണം, സന്നാവ് വേണം, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഗ്യാസില്ല. നമ്മളെല്ലാം ലോകത്ത് 1ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഗ്യാസില്ല. ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് 6 മാസം സ്റ്റോക്ക് ഉണ്ട്? എവിടെയാണ് ഇപ്പോൾ? എന്ത് സംഭവിച്ചു? ഗ്യാസ് അണ്ടർഗ്രൗണ്ടിൽ പോയി, പൂഴ്ത്തി പോയി കൊല്ലാം. അതാണ് ഇല്ലാതെ വന്നത്. അതിന് ഉത്തരവാദിയാണ്. അതിൻ്റെ പേരിൽ അതൊരു മുതലെടുപ്പ് രാഷ്ട്രീയക്കാർക്ക് എന്ത് വന്നാലും മുതലെടുപ്പാണല്ലോ. ഏത് രാഷ്ട്രീയമാണെങ്കിലും, ഒരു മാറ്റം മാത്രമല്ല. അപ്പം അതുകൊണ്ട് കേരളത്തെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയൊരു അവസരമില്ല. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ട് അത് പറ്റിപ്പോയി വിട്ട് കാര്യമില്ല. ജനസംഖ്യാനുപാതികമായ സംവരണം ഈ സമുദായത്തിനും എല്ലാവർക്കും കൊടുക്കൽ ഈ സമുദായം ബാക്കി എല്ലാവർക്കും ഏതാണ്ട് കിട്ടുന്നതാണ്. അതാ പറയുന്നത്, കൊടുത്താൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് പോകുകയുള്ളൂ, ഇല്ലെങ്കിൽ അപകടമാണ്. അല്ല നിങ്ങൾ തോന്നിയ ആൾക്കാർക്കെല്ലാം അവിടെ ഇവിടെ കൊടുത്ത് ബാക്കി 4-5 സീറ്റ് തിരികെ കയറ്റി അത് ഒലിപ്പിച്ചും കളഞ്ഞാൽ നടക്കണ്ട. വെള്ളം കുടിക്കും. ഇത്രയും കാര്യം പറഞ്ഞ് ഇത്രയും കാര്യം പറയാൻ പറ്റും. ഒരു കാര്യം സങ്കടത്തോട് ഞാൻ മുഖ്യമന്ത്രിയോട് പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി സഖാവോട് പറയണം. 2 പേരെ നിങ്ങൾ ഈ വരുന്ന അസംബ്ലി നിങ്ങളുടെ മുന്നിൽ കിട്ടുന്ന നിർത്തരുത്. ഒന്ന് മുകേഷ്, അത് അതിൻ്റെ ഓക്കെ, മുകേഷ് ഔട്ട്. പിന്നെ ഗണേഷ് കുമാർ. എന്തൊക്കെ യോഗ്യതയിലും ഗണേഷ് കുമാർ നിങ്ങൾ മുന്നിൽ നിർത്തരുത്, സ്ഥാനം കൊടുക്കരുത്. കാരണം അഴിമതി സഹിക്കാം, പെണ്ണെടുത്ത് സഹിക്കാം, ധിക്കാരും അഹങ്കാരം അത് അനുഭവിക്കില്ല. മുകേഷ് അതില്ല, ധിക്കാരം അഹങ്കാരമൊന്നുമില്ല, അല്പം സ്വല്പമൊക്കെ കുറച്ച് എഴുതണമല്ലോ. പക്ഷെ ഗണേഷ് അല്ല, ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. അത് മാത്രം അഹങ്കാരം കാണിക്കും, ധിക്കാരം കാണിക്കും. എന്ത് കോപ്പടത് ഗണേഷ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ സമ്പന്നൻ്റെ മകനാണെന്നോ? അല്ലാതെ എന്ത് ഇതുള്ളേ? 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നിങ്ങൾക്ക് LDFിനും കിട്ടുന്നത് തന്നെയാണ്. LDFിന് തന്നെ കിട്ടുന്നത് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് കിട്ടുന്നത്. അത് വെച്ചോ നിങ്ങൾ ഇത്രയും വലിയ ധിക്കാരും അഹങ്കാരം കാണിക്കുക. ആര് നിങ്ങൾക്ക് പവർ വന്നു? എന്ത് പവർ എവിടെ കിട്ടി? അപ്പോൾ മുഖ്യമന്ത്രിയോട് വിനയമായിട്ട് പറയണം, എന്തൊക്കെ തെറ്റേലും ഈ 2 പേര് നിങ്ങളുടെ മുന്നണിയിൽ സ്ഥാനാർത്ഥിയാക്കരുത്. അതുപോലെ LDFിൽ നിന്ന് തെറ്റി വരുന്ന എല്ലാവരും നിങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ എൻ്റെ കൊണ്ട് ഒരു വേണു മറ്റേ LDFിൽ നിന്ന് പോന്ന് കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യം പറ്റിയിട്ട് പിന്നെ സീറ്റ് കിട്ടില്ല. ഇപ്പോൾ അവിടെ മാറാണ്. അവിടെ UDFിന് സ്വന്തമായി മത്സരിക്കുകയാണ്. UDFിൻ്റെ നാശത്തിൻ്റെ ആരംഭമാണ് കേട്ടത്, അല്ലെങ്കിൽ നാശത്തിൻ്റെ അവസാനമാണത്. ഈ അവിടെ നിന്ന് വരുന്നവരെല്ലാം പ്രതി നിർത്തുന്നത്. നിങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 1.5 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ഒരു 60,000 പേര് ഓരോ നിയോജകമാണ്. അതിൽ നിന്ന് 90% നിങ്ങൾ അങ്ങോട്ട് എടുക്കണം, അവിടെ നിന്ന് എടുക്കണം. ബാക്കി 5-10 പേര് വേണമെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ തന്നെ ഒരു 10-30 കൂടുതലായിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു. പാർട്ടി ഇല്ലാതെ പിന്നെ സെലിബ്രിറ്റി കേട്ട്. അതൊന്നും ശരിയല്ല. കോൺഗ്രസ് UDF വരാണ്, അതൊന്നും ശരിയല്ല.
ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. നിങ്ങൾക്ക് ഒരാഗ്രഹം ചെയ്യുന്നു.